എന്തുകൊണ്ടാണ് ഈ റിസോർട്ടിന് സൺസെറ്റ് വാലി റിസോർട്ട് ഒന്ന് പേരിടാനുള്ള കാര്യം ഇതാണ്. നമുക്ക് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു റിസോർട്ടിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും ഈ വാട്ടർഫോൾസൊക്കെ ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെയാണോ ഉള്ളതെന്ന്. പക്ഷേ ഈ റിസോർട്ടിൻ്റെ അകത്ത് 2 വാട്ടർഫോൾസ് ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഗൈസ്. അപ്പം ഭയങ്കര നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അതിശയിച്ച് പോയ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ഇതിപ്പോൾ നോക്കിക്കുന്നു, ഇതിപ്പം ഒരു വാട്ടർഫോൾസാണ്. ഇത് അവരൊരു പൂള് പോലെ ഒരു ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ ഗൈസ്. ഈ പൂളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി ഒരു വ്യൂവും കൂടെ കിട്ടും. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ റിസോർട്ടിൻ്റെ പേര് സൺസെറ്റ് വാലി റിസോർട്ട് എന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ തന്നെ ഒരു ഹിഡൻ ജെം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അടിപൊളി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഫോറസ്റ്റ് വൈബൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി വന്ന് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഗൈസ്. ഇതാ നോക്ക്, ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ 2 വാട്ടർഫോൾസ് ഉണ്ട്. ഇത് ഏറ്റവും മെയിൻ ഫസ്റ്റ് വാട്ടർഫോൾസ്. ഇതുപോലെ തന്നെ താഴോട്ട് വീണ്ടും ഒരു വാട്ടർഫോൾസ് താഴെയുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു അടിപൊളി ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഗൈസ്, ഇതാണ് സൺസെറ്റ് വാലി റിസോർട്ടിന്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബൈക്കെല്ലാം ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഗൈസ്. കാറായാലും ബൈക്സ് ആയാലും നമുക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇവിടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരാളെ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു പെറ്റ് ഡോഗ് കേട്ടോ ഗൈസ്. ഗോൾഡൻ റിട്രീവറാണ്. ബെല്ല എന്നാണ് പേര് ഇതിൻ്റെ. ഹായ്, കൊച്ചാണ് കേട്ടോ ഗൈസ്. 4 മാസം എന്തോ പ്രായമായിട്ടുള്ളതിന്. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പപ്പിയാണിത്. അപ്പോൾ നമ്മളിവിടെ കൂടെ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ ഗൈസ്. കിച്ചണ് റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് ഇരുന്നാലും നമുക്കൊരു നല്ലൊരു ഓപ്പൺ വ്യൂ കിട്ടും കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് നല്ലൊരു ഓപ്പൺ വ്യൂ കിട്ടുന്ന ഒരു രീതിയിലാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവർ റൂമിലായാലും സെർവ് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ്. റെസ്റ്റോറൻറ്റിന് തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. 2 നിലയുള്ള ഒരു ബിൽഡിങ്ങാണ് കേട്ടോ ഗൈസ്. 2 നിലയുള്ള ബിൽഡിങ് ഇവർ റെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിപ്പം ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേ ആണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ 2-3 ഫാമിലീസൊക്കെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേ ആണ് ഈ കാണുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് അവരുടെ ഫസ്റ്റ് സ്റ്റേ. ഇതൊരു 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ 3 കോട്ടേജസ് വരുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കോട്ടേജിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ കോട്ടേജ് എല്ലാം വരുന്ന അങ്ങോട്ട് നടക്കണം. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കോട്ടേജസ് 3 കാറ്റഗറി വരുന്നുണ്ട്. ആദി, സൃഷ്ടി, പിന്നെ നക്ഷത്ര എന്ന് പറഞ്ഞിട്ട് ഒരു എ ഫ്രെയിം കോട്ടേജും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 3ഉം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങോട്ട് നടക്കുമ്പോൾ. ഇങ്ങി വരുന്ന 3 കോട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് നമ്മൾ നടക്കണം. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെല്ലാം ക്ലിയറായിട്ട് അവരിതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇങ്ങോട്ടാണ് ആ 3 കോട്ടേജസും വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്.
പിന്നെ കോട്ടേജസും എല്ലാം ഈ ഒരു വഴി കൂടെ നമ്മൾ നടന്നു പോകണം. ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഫോറസ്റ്റ് വൈബാണ് നമുക്ക് ഈ ഒരു റിസോർട്ടിൽ വരുമ്പം കിട്ടുന്നത്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണിത്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന എഫ്രൈം കോട്ടേജാണ് കേട്ടോ. ഇതാണ് ഇവർ നക്ഷത്ര എന്ന് പേരിട്ടിരിക്കുന്ന എഫ്രൈം കോട്ടേജ്. ഇതൊരു 2 നിലയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. 2 നിലയായിട്ടാണ് ഈ ഒരു എഫ്രൈം കോട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 2 നിലയായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 6 പേരൊക്കെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ് എഫ്രൈം കോട്ടേജ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കോട്ടേജ് എത്തുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന കോട്ടേജ്. ഇതിൻ്റെ പേരാണ് സൃഷ്ടി കേട്ടോ ഗൈസ്. ഇതൊരു ബാംബു കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി കോട്ടേജാണിത്. സൃഷ്ടി എന്നാണ് അവർ ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ട്രീയിൽ തന്നെ അവർ ബാംബു കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സൃഷ്ടി എന്ന് പേരിട്ട ബാംബു കോട്ടേജ്. ആദ്യം നമുക്ക് ഈ വ്യൂ പോയിൻ്റ് ഒന്ന് കയറി കാണാം. അടിപൊളി വ്യൂ പോയിൻ്റാണ് കേട്ടോ ഗൈസ്. ഇതിലവർ ഈ ഒരു ട്രീയിലാണ്, വലിയ ഒരു ട്രീയിലാണ് അവർ ഈ ഒരു ബാംബു വെച്ച് കെട്ടി അവർ ഈ വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഗൈസ് നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇന്ന് പിന്നെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ചൂടുള്ള ക്ലൈമറ്റാണ്. അപ്പം മൺസൂണ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഇപ്പം മഴ പെയ്തിട്ട് ഒരു 3-4 ദിവസം ആയെന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ എന്തായാലും ഇവിടെ ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് രാത്രിയൊക്കെ ആയാലും നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിൽ വന്നിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ കോട്ടേജിൻ്റെ പേര് സൃഷ്ടി എന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ സൃഷ്ടിയുടെ വിശേഷങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു റെയിലിങ്സ് എല്ലാം ബാംബൂലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങി പോയി വേണം നമ്മൾ ഈ കോട്ടേജിലോട്ട് കയറാൻ കേട്ടോ ഗൈസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങോട്ടൊരു വ്യൂ പോയിൻ്റ് വേറെ ഉണ്ട്. ആദ്യം എന്ന് പറഞ്ഞിട്ട് വേറൊരു കോട്ടേജും കൂടെ അവർക്കുണ്ട്. പിന്നെ വാട്ടർഫോൾസും അങ്ങോട്ടാണ് കേട്ടോ ഗൈസ് നടന്ന് പോകേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ കോട്ടേജായ സൃഷ്ടിയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിത് ഇപ്പോൾ കയറി ചെല്ലുമ്പം തന്നെ നമുക്ക് ഇതേപോലെ ഒരു വരാന്ത പോലെ ഉണ്ട് നമ്മൾ ഈ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഇവിടെ നമുക്ക് വന്ന് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്ഥലമാണിത്. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഭയങ്കര കാറ്റാണ് കേട്ടോ ഗൈസ്. ഇവിടെ എപ്പോൾ നോക്കിയാലും ഭയങ്കര കാറ്റാണ്. ഇവിടെ നിന്നാലും നമുക്ക് അത്യാവശ്യം ആ ഒരു മേളിൽ നിന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒരു കവേർഡായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. ഞാൻ അകത്തോട്ട് കാണിച്ചു തരാം. ഈ ബാംബു കോട്ടേജിൻ്റെ അകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു കോട്ടേജാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് തന്നെ അവരൊരു ഡബിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ സ്റ്റൗ, നമുക്കിപ്പം ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുണ്ട്, വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്ക് വെളിയിലോട്ട് നമുക്ക് സ്ലൈഡിങ് ഡോർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ലൈഡ് ചെയ്ത് നമുക്ക് വെളിയിലൊക്കെ നമുക്ക് വന്നിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്തായാലും ബാംബു കൺസ്ട്രക്ഷൻ ആണ്, ഒറിജിനൽ ഒത്തൻറ്റിക് ബാംബു കൺസ്ട്രക്ഷൻ. ലൈക്ക് സിമെൻറ്റും അങ്ങനെ ഒന്നും അവരിട്ടിട്ടില്ല, ഫുൾ ബാംബു തന്നെ വെച്ച് ടൈ ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനാണ്.
അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഉള്ളിൽ. അതെ ഗൈസ്, നല്ല ചൂട്. ഇപ്പം വെയിലടിച്ചാലും നമുക്ക് അകത്തോട്ട് ഒരു ചൂട് വരത്തില്ല, അത്രയ്ക്ക് നല്ല ഒരു തണുപ്പകത്ത് ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ടല്ലേ. മേളിലൊക്കെ അവർ ഇതേപോലെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫിങ് എന്താണ് കിറ്റി ചെയ്തിരിക്കുന്നവർ? ബാമ്പു വെച്ചതിന് ശേഷം ഓലയൊക്കെ വെച്ചാണല്ലേ, ഓലയൊക്കെ വെച്ചാണ് കേട്ടോ ഗൈസ് അവർ ഈ റൂഫ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം ഞാൻ കാണിച്ചുതരാം. ബാത്റൂം ഒരു വെറൈറ്റിയാണ് കേട്ടോ ഗൈസ്. നല്ല സൺലൈറ്റ് ഒക്കെ അകത്തോട്ട് വരുന്ന രീതിയിലാണ് അവർ ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു ഓപ്പൺ ബാത്റൂം പോലെയൊക്കെ ഫീൽ ചെയ്യും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ. അങ്ങനെ നല്ല ഒരു അടിപൊളി ഒരു ആംബിയൻസ് ഫീൽ ചെയ്യുന്ന ഒരു കോട്ടേജാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് സൃഷ്ടി എന്നാണ് കേട്ടോ ഗൈസ്. വാട്ടർഫോളിൻ്റെ സൗണ്ട് നമുക്കിവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാം, കേട്ടോണ്ടിരിക്കുക. നമുക്ക് ഈ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ എന്നാലും നമുക്ക് നല്ല രീതിയിൽ ആ വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ 2 അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയില്ല. നമ്മളിങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിതായിപ്പോൾ നമ്മുടെ കോട്ടേജിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ വാട്ടർഫോൾസിലോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവരുടെ നെക്സ്റ്റ് കോട്ടേജായ ആദി എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടേജ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. അത് വാട്ടർഫോൾസിന് തൊട്ടടുത്തായിട്ടാണ്. നമുക്കിതിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. നമുക്ക് ആ ഒരു ഇലയൊക്കെ വെച്ച് റൂഫിങ് ചെയ്തിരിക്കുന്നതാണ് അവരുടെ ആദി എന്ന് പറഞ്ഞ കോട്ടേജ്. അപ്പോൾ അതും കഴിഞ്ഞ് പോയിട്ടാണ് വാട്ടർഫോൾസ് എത്തുന്നത് കേട്ടോ ഗൈസ്. 2 വാട്ടർഫോൾസ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഫോൾസ് ഉണ്ട്. അപ്പോൾ അവർ വാട്ടർഫോൾ 1ഉം വാട്ടർഫോൾ 2 എന്ന് പറഞ്ഞ് അവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവർ. എന്തായാലും ഒരു അടിപൊളി ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റിസോർട്ടാണ് കേട്ടോ ഗൈസ്, ഈ സൺസെറ്റ് വാലി റിസോർട്ട്. നമുക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ആ ഒരു തിരക്കിനൊക്കെ മാറി നമ്മൾ പക്ക നേച്ചറുമായിട്ട് ഇങ്ങനെ ഇടകി ചേർന്ന് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇവിടെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, വാട്ടർഫോൾ 1, വാട്ടർഫോൾ 2 എന്ന് പറഞ്ഞ്. അവർ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് അവിടെയും നമുക്ക് ഇതേപോലെ വന്ന് ഇരിക്കാൻ വ്യൂ പോയിൻ്റാണ്, ഒരു വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് അങ്ങോട്ടൊന്ന് നടക്കാം. കൊള്ളാം അല്ലേ? ഓക്കെ, ഇതാണ് വ്യൂ പോയിൻ്റ്. അപ്പോൾ രാത്രിയൊക്കെ വേണമെങ്കിൽ ഫുഡൊക്കെ ഇവിടെ സെർവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ സെർവ് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിവിടെ വന്നിരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ രാത്രിയാകുമ്പോൾ അവർ ലൈറ്റ് ഇവിടെ ഫുൾ ലൈറ്റൊക്കെ ഇടും. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും രാത്രി കോടയൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ. അതെ ഗൈസ്, ഇപ്പോഴേ ഒരു 4 മണി ആയതേ ഉള്ളൂ. ഇപ്പോഴേ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കോടയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ഗൈസ്. ഭയങ്കര പിന്നെ നല്ല കാറ്റുമുണ്ട്, പിന്നെ നല്ല തണുപ്പുമാണ് കേട്ടോ ഈ ക്ലൈമറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചൂട് സമയത്ത് നാട്ടിൽ നിന്ന് നമുക്ക് ഇത്തിരി തണുപ്പ് ഇവിടെ വന്നപ്പം കിട്ടിയല്ലേ ഇറ്റി? ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് ജസ്റ്റ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആദി എന്ന് പറഞ്ഞ കോട്ടേജ് എത്തും കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് ഇവിടെ എല്ലാ കോട്ടേജസും ഫുള്ളി ബുക്ക്ഡാണ്. വേറെയും ഗസ്റ്റ് ഉണ്ട് ഗൈസ് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വാട്ടർഫോൾസ് നമുക്ക് ഈ വഴിയും പോവാം അല്ലേ? പോവാം.
ഇപ്പം ഈ പ്രോപ്പർട്ടി ഒരു കപ്പിൾസാണ് കേട്ടോ ഗൈസ് ഇത് നടത്തുന്ന. അവരുടെ ഒരു 8 ഏക്കറിൻ്റെ പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ അവരിവിടെ വന്ന് താമസിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ ഗൈസ്. ഇപ്പം ഇവിടെ ചെറുതായിട്ട് മഴയും ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ. മഴയും പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ റിസോർട്ടിൽ ഏത് കോട്ടേജ് ചെന്നാലും ഈ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. അത്ര ലൗഡായിട്ടുള്ള സൗണ്ടാണ്. പക്ഷെ നല്ലൊരു പ്ലീസിങ് സൗണ്ടുമാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണിത്. ഇതാണ് ആദി എന്ന് പറഞ്ഞ കോട്ടേജ് കേട്ടോ ഗൈസ്. ഇതാണ് ആദി എന്ന് പറഞ്ഞ കോട്ടേജ്. ഈ ആദി എന്ന് പറഞ്ഞ ഈ കോട്ടേജാണ് ഏറ്റവും ലാസ്റ്റ് കോട്ടേജ് കേട്ടോ. വാ, ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ആ മഴ അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാം അല്ലേ. അപ്പുറത്തെ സൈഡിൽ കൂടെ ആ വാട്ടർഫോൾസ് 1, 2 എന്ന് എഴുതിയിരുന്ന ആ ബോർഡ് വഴി നമുക്ക് ഈ താഴോട്ട് വരാം. പിന്നെ ഈ ആദി എന്ന് പറഞ്ഞ കോട്ടേജിൻ്റെ ഫ്രണ്ട് വഴി നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ ഗൈസ്. കുറേ കയറാനുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ കോട്ടേജ് തമ്മിലും നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക കേട്ടോ. കാര്യം ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് നടക്കാനും. പിന്നെ ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വാട്ടർഫോൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി നമ്മളിപ്പം വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർഫോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ കോട്ടേജിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്ററോളം നടന്നു വേണം നമുക്ക് ഈ ഒരു ഫോൾസ് എത്താനായിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അകത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ വാവ്, ശരിക്കും നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ്. അത്ര അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ ഗൈസ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ കുളിക്കാനൊക്കെ പറ്റും. ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാം കേട്ടോ ഗൈസ്. ഇനി അവർക്കുണ്ട് ഇത് ഏറ്റവും മെയിൻ. ഇതാണ് വാട്ടർഫോൾസ് 1. ഇനി വാട്ടർഫോൾസ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും ഇതിൻ്റെ താഴോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് വാട്ടർഫോൾസ് എത്താൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് തന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല മഴയും ഉണ്ട്, അതിൻ്റെ കൂടെ ഈ വാട്ടർഫോൾസിൻ്റെ ഒരു വ്യൂ ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? നമുക്ക് വേണ്ടി മാത്രമായിട്ടൊരു പ്രൈവറ്റ് വാട്ടർഫോൾസ് കേട്ടോ. അതും ഒരു രക്ഷയില്ലാത്ത വാട്ടർഫോൾസ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ ഒരു 3-4 ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാതിരുന്നത്. ഇപ്പം വെള്ളം കുറവാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇവിടെ കുറവാണ്. പക്ഷേ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പം അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഇന്നാണ് ഇവിടെ ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം മഴ പെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ 2ാമത്തെ മനോഹരമായിട്ടുള്ള വാട്ടർഫോൾസിലോട്ടൊന്ന് പോകാം. അടുത്ത വാട്ടർഫോൾ ആയിരുന്നു നമ്മൾ നേരത്തെ പോയത്. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് മേളിലത്തെ വാട്ടർഫോളാണ് കേട്ടോ. വാട്ടർഫോൾ 2 ആണ് നമ്മളിപ്പോൾ താഴോട്ട് പോയത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വാട്ടർഫോളാണ്. നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് വാട്ടർഫോൾസ് കേട്ടോ. ഇവിടെ അതിനേക്കാളും വെള്ളമുണ്ട്. ഈ ഒരു സ്ഥലം കുറച്ചുകൂടെ ആഴമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ഇങ്ങനെ ചെയ്തിരിക്കണതെന്ന് പറയുമ്പോൾ ഒരു പൂള് പോലെയാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഇത് ഇൻഫിനിറ്റി പൂള് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്.
നമുക്ക് കറക്റ്റ് കുളിക്കാൻ പറ്റിയ സ്പോട്ട് ഇതാണ് കേട്ടോ ഗൈസ്, മറ്റേതിനേക്കാളും. നമ്മുടെ കോട്ടേജിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ സൺസെറ്റ് വ്യൂ പോയിൻ്റ് കേട്ടോ ഗൈസ്. നമ്മുടെ കോട്ടേജ് അതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇനി വ്യൂ പോയിൻ്റാണ് കേട്ടോ ഗൈസ്. അത് സൺസെറ്റ് വ്യൂ പോയിൻ്റാണ്. നമുക്ക് അടിപൊളിയായിട്ട് സൺസെറ്റൊക്കെ ഇരുന്ന് കാണാം. ഇപ്പം ഏകദേശം ഒരു 6 മണി സമയമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നല്ല മൂടി കിടക്കുകയാണ് ആ സൈഡൊക്കെ. എല്ലാം അവർ ഇതേപോലെ പല പല സ്ഥലത്തായിട്ടും ഇങ്ങനെ വ്യൂ പോയിൻറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് അവർ മൊത്തത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മഴ ആയതുകൊണ്ടാണ് മൂടിയിട്ടിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ രാത്രി അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ പേര് തന്നെ സിംബോളൈസ് ചെയ്യുന്ന ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത് കേട്ടോ. സൺസെറ്റ് വ്യൂ പോയിന്റ് അടിപൊളിയല്ലേ. അതിൻ്റെ കൂടെ ആ ഒരു വാട്ടർഫോളും അപ്പോൾ ദൂരെ നോക്കിയാൽ ഈ ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് അറിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോൾസ് ഇങ്ങനെ ദൂരെ നിന്ന് ആ ഒരു മലയുടെ മേളിൽ നിന്ന് നമുക്കൊരു വാട്ടർഫോൾ കാണാൻ പറ്റും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ. ശരിക്കും എന്തുകൊണ്ടാണ് ഈ റിസോർട്ടിന് സൺസെറ്റ് വാലി റിസോർട്ട് ഒന്ന് പേരിടാനുള്ള കാര്യം ഇതാണ്. നമുക്കൊരു അടിപൊളി ഒരു സൺസെറ്റ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ് കണ്ണിനൊക്കെ കുളിർമയേകുന്ന നല്ല അടിപൊളി ഒരു സൺസെറ്റ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു മൂടൽ മഞ്ഞൊക്കെ മാറി നമുക്ക് നല്ലൊരു ക്ലിയർ സൺസെറ്റ് നമുക്ക് ഇന്ന് കിട്ടുന്നത് കേട്ടോ ഗൈസ്. അപ്പം ഭയങ്കര ലക്കിയാണ് നമ്മൾ. അപ്പോൾ എന്തായാലും ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ രാവിലെ ഇവിടെ ഒരു അടിപൊളി ട്രെക്കിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ അകത്തൂടെ തന്നെ ഒരു അടിപൊളി ട്രെക്കിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.